ഈ ഓർമ്മയിൽ എന്നും എന്ന് പറയുന്നത് ഇതിനകം തന്നെ വളരെ പോപ്പുലറായി കഴിഞ്ഞു. അതിലെല്ലാവരും പറയുന്നത് കാരണം ഇതൊരു വലിയ ട്രിബ്യൂട്ടാണ്. ഞാനിവിടെ നെടുമുടി വേണുചേട്ടൻ്റെ എപ്പിസോഡിലെ പറഞ്ഞു. കാരണം മൺമറഞ്ഞ കലാകാരികൾക്ക് നമ്മൾ നൽകുന്ന ഒരു അഞ്ജലി, നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു ആദരവ്, നമ്മുടെ സ്നേഹം, നമ്മുടെ ബഹുമാനം, അവര് നമ്മുടെ തൊട്ടുമുന്നിലില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്ന് ഓരോ ദിവസവും ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഇതൊരു എന്നും റെക്കോർഡായിട്ട് തന്നെ നമ്മുടെ വീടുകളിലുണ്ടാവും. കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞിരുന്നാൽ ഇതിന് 10,000 എത്ര കൊല്ലമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു രേഖ അതിനു വേണ്ടിയുള്ള ഒരു വലിയൊരു റിസർച്ച് വർക്കാണ് ഈ ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടി. അല്ല, അത് ഈ പരിപാടിയുടെ ഒരു മൂല്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. അതിന് അമൃതയുടെ പ്രവർത്തകരോടുള്ള നന്ദി പറയുന്നു. ഇപ്പോൾ നമ്മൾ മീശമാധവനിലെ നമ്പൂരിശൻ പോലീസിന്റെ കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞു. ആ കഥാപാത്രം അദ്ദേഹത്തിന് സമ്മാനിച്ച സംവിധാനം ചെയ്ത ബഹുഭൂരിപക്ഷം ചിത്രങ്ങളിലും ഉടൂർ ഉണ്ണികൃഷ്ണൻ എന്ന പ്രതിഭയെ ഉൾപ്പെടുത്തിയ ആ പ്രതിഭാ വൈഭവം ഉപയോഗിച്ച സംവിധായകൻ ലാൽ ജോസ് സാർ ഇപ്പോൾ ഉടൂർ ഉണ്ണികൃഷ്ണൻ സാറിനെ ഓർക്കുന്നു. ഉണ്ണിയേട്ടനെ കുറിച്ചുള്ള ഓർമ്മകൾ തുടങ്ങുന്നത് പ്രാദേശിക വാർത്തകൾ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. പ്രാദേശിക വാർത്തകൾ എന്ന് പറഞ്ഞ സിനിമയിൽ 1989 ഞാൻ അപ്രന്റീസായിട്ട് ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ പ്രാദേശിക വാർത്തകളുടെ സെറ്റിലുണ്ടായിരുന്ന നടനാണ് ഉണ്ണിയേട്ടൻ. സിനിമ സെറ്റിൽ ആദ്യമായി ചെല്ലുന്ന ഞാൻ, ഒരാളെയും പരിചയമില്ലാത്ത ഞാൻ ഇങ്ങനെ അപരിചിതത്തോടു കൂടിയിട്ട് അവിടെ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് വീട് എവിടെയാ, എന്താ പേര്, പേരൻസ് എന്താ ചെയ്യണ് എന്നൊക്കെ ചോദിച്ചൊരു പരിചയം തുടങ്ങി വെക്കുന്നുണ്ട് ഉണ്ണിയേട്ടൻ. പിന്നീട് മരിക്കുന്നത് വരെ ആ സൗഹൃദം ഞങ്ങൾ തുടർന്നിരുന്നു. ഉണ്ണിയേട്ടനെ കുറിച്ചുള്ള ഓർമ്മകള് ഓരോ സിനിമ പ്ലാൻ ചെയ്യുമ്പോഴും ഓരോ സിനിമയില് കാസ്റ്റിംഗ് നടത്തുന്ന സമയത്തും ഉണ്ണിയേട്ടന്റെ ഒരു മിസ്സിങ് ഞാൻ എപ്പോഴും അനുഭവിക്കാറുണ്ട്. രമേശ്, ഈ ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ ഉണ്ടെങ്കിൽ അകലങ്ങളിലിരുന്ന് ഇവരൊക്കെ ഇത് കാണുന്നുണ്ടാവും. രമേശ്, ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു ബാഷ്പാഞ്ജലിയാണ്, ഉണ്ണിയേട്ടനുള്ള ഒരു സമർപ്പണം. സംഗീതം മനസ്സിലുള്ളവർക്ക് മെച്ചപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ ഒരു കഴിവുള്ള അഭിനേതാക്കളായി മാറാൻ കഴിയുന്നതാണ് എൻ്റെ വിശ്വാസം. അത് നിങ്ങൾ യോജിക്കുന്നു വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം അഭിനയത്തിൽ താളമുണ്ട്, ലയമുണ്ട്, ഈ ശ്രുതിയുണ്ട്, ഈ ഡയലോഗിൽ പോലും നമ്മുടെ ശ്രുതിയുണ്ട്. എല്ലാവരും വിചാരിക്കും പാട്ടിന് മാത്രമാണ് ശ്രുതി എന്ന്. നമ്മുടെ ഓരോ ഡയലോഗ് ഇപ്പൊ തിലകൻ ചേട്ടൻ ഏറ്റവും വലുത് ഋതമാണല്ലോ. ഋതമാണ്. തിലകൻ ചേട്ടൻ ഡയലോഗ് പറയുന്നത് കത്തി താഴെയിട എന്ന് പറയുമ്പോ അതിനൊരു ശ്രുതിയുണ്ട്. അല്ല, അത് മാത്രമല്ല ചേട്ടാ, നമ്മളിപ്പം ഉടൂർ ഉണ്ണികൃഷ്ണൻ ചേട്ടനെ പോലെ ഒരാൾ, അദ്ദേഹം നമ്മുടെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് രാജസേന സാറ് പറഞ്ഞു, ചെമ്പൈ സംഗീതോത്സവത്തിൽ ഒറ്റ ഫോൺ കോളിൽ അവസരം ഉണ്ടാക്കി അവിടെ പോയി ഹാർമോണിയം വായിച്ച ഒരാൾ കൂടിയാണ്. നടനെന്ന നിലയിൽ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെക്കുറിച്ച്, വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച്, സ്വഭാവ സവിശേഷതകളെക്കുറിച്ച്, സൗഹൃദങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പം പാട്ടിനെ ഇത്രയും ഇഷ്ടപ്പെടുന്ന, ഇരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ചെറിയ ചെറിയ പാട്ട് സദസ്സുകളായി മാറ്റിയിരുന്ന ഒരാളുടെ എപ്പിസോഡിൽ എന്തുകൊണ്ടും അദ്ദേഹം ആവശ്യപ്പെട്ട് പാടുന്ന ഒരു പാട്ട് പാടിയത് വളരെ സന്തോഷത്തോടെ ഞങ്ങളും അതിന് നന്ദി പറയുന്നു. ഒപ്പം ഇരിക്കുന്ന ആളുകള്, ഈ എൻ്റെ ഇന്ന് കൗമാരത്തിനധികം വീഡിയോ റെക്കോർഡ്സ് ഇല്ല, വീഡിയോ ഇല്ല. ഒരു കാലഘട്ടത്തിന്റെ റോഡുകൾ എങ്ങനെയാണ്, ബസ്സുകൾ എങ്ങനെയാണ്, പ്രകൃതി എങ്ങനെയാണ്, ആ സമയത്തെ മനുഷ്യരെങ്ങനെയായിരുന്നു എന്നെല്ലാം നമുക്ക് വലിയ സ്ക്രീനിലൂടെ ഒരുപാട് തവണ കാണിച്ചു തന്നിട്ടുള്ള, കാലം എത്ര കഴിഞ്ഞാലും സിനിമകൾ എത്ര മാറുമ്പോഴും വീണ്ടും 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 പുനരാവർത്തനങ്ങളിൽ മനുഷ്യൻ വീണ്ടും വീണ്ടും കാണുന്ന സിനിമകൾ നമുക്ക് സമ്മാനിച്ച പ്രതിഭാധനരായ 3 എഴുത്തുകാർ, സംവിധായകർ, ജോസ് തോമസ് സാർ, രാജസേനൻ സാർ, മെക്കാട്ടിൻ സാർ, അവരോടുള്ള ഓർമ്മയിലെന്നും ഉടൂർ ഉണ്ണികൃഷ്ണൻ എന്ന ഈ പരമ്പരയുടെ നന്ദി പറയുന്നു. ഒപ്പം ജഗദീഷ് ചേട്ടൻ, അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ഇന്നത്തെ എപ്പിസോഡിന് വലിയ മുതൽക്കോട്ടായിരുന്നു. ഒരേ ഒരാളാണ് 2 എപ്പിസോഡുകളിൽ വന്നിട്ടുള്ളത്, ഞാൻ മാറ്റുന്നത്. കാരണം സിനിമയുടെ ഏത് മേഖലയെക്കുറിച്ച് ചോദിച്ചാലും, ഏത് നടന്മാരെ കുറിച്ച് ചോദിച്ചാലും അവരുടെ കൃത്യമായ ഓർമ്മകളും അനുഭവങ്ങളും, സംഗീതമായിക്കോട്ടെ, സാഹിത്യമായിക്കോട്ടെ, ഏത് മേഖലയിൽ തൊട്ട് സംസാരിച്ചാലും നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്ന അതുല്യ നടൻ ജഗദീഷ് ചേട്ടനോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. നന്ദി. ഇനി നമുക്ക് ആൽബം സൈനിങ് സെഷനിലേക്ക് കടക്കാം.